ഗുണങ്ങള്, സ്വഭാവം ഇതെല്ലാം ഉള്ള ഭഗവാനെ മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. And because God is God and has all powers, He can take many forms. ഭഗവാൻ സർവശക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് അനേകം രൂപങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. God in His form aren't very spiritual, but God can appear within the material world. That is called avatar. ഭഗവാന്റെ രൂപം തികച്ചും ആധ്യാത്മികമാണ്. പക്ഷേ എന്നാലും ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ രൂപം കൈക്കൊള്ളാനും സാധിക്കും. So in works like Srimad Bhagavatam, we have descriptions of many of the forms and activities of the avatars. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അനേകം അവതാരങ്ങളെ കുറിച്ച് വിവരണങ്ങളുണ്ട്. So not only is the goal to realize the form of God, but to establish a relationship with God and to get the highest bliss from that relationship. ഭഗവാന്റെ രൂപം മാത്രം മനസ്സിലാക്കുന്നതല്ല ഭക്തി, അദ്ദേഹത്തിനോട് ഒരു ബന്ധം സ്ഥാപിച്ച് പരമാനന്ദം അനുഭവിക്കലും കൂടെയാണ്. So the method is quite different from the methods of Jnana Yoga and Ashtanga Yoga. അപ്പൊ ഈ ഭക്തിയോഗ പ്രക്രിയ തികച്ചും ജ്ഞാനയോഗവും അഷ്ടാംഗയോഗത്തിൽ നിന്നും വ്യത്യസ്തമാണ്. Those systems attempt to stop the action of the senses and the mind. അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രക്രിയകളിൽ മനസ്സിന്റെയും ഇന്ദ്രിയത്തിന്റെയും പ്രവർത്തനങ്ങളെ നിർത്തണം എന്നാണ് പറയുന്നത്. In Bhakti Yoga, we do not stop the action of the senses and mind. We engage them, we direct them towards serving Krishna. ഭക്തിയോഗയിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രവർത്തനത്തിനെ നിർത്തണ്ട, അതിനെ വേറെ ഒരു വഴിക്ക് തിരിക്കുകയാണ്. So this is a much easier process than Jnana or Yoga. അപ്പോൾ മറ്റ് പ്രക്രിയകളും ഭക്തിയോഗം എളുപ്പമാണ്. To help us realize the form of God, we also have deities, our vigrahas. അപ്പോൾ ഭഗവാന്റെ രൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് ഭഗവത് വിഗ്രഹങ്ങൾ. So we see many people in India like to go to temples. ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകുന്നത് ഇഷ്ടമാണ്. So what are they going to see? അവിടെ പോയിട്ട് എന്താ ചെയ്യുന്ന ആൾക്കാർ? Are they going to see the architecture? അവിടെ പോയിട്ട് ശില്പശാസ്ത്രമാണ് മനസ്സിലാക്കുക? No, they're going to see the form of the Lord. അവിടെ ചെന്നിട്ട് അവർ ഭഗവാന്റെ രൂപം കാണും. So people are naturally inclined to see God in the form of a form, actual form. ഇതാണ് സാധാരണ ഒരു മനുഷ്യന്റെ ആഗ്രഹം, ഭഗവാനെ രൂപത്തിൽ കാണുന്നതാണ് എല്ലാവർക്കും പ്രിയം. So this is one way in which the Supreme Lord reveals His form to people of this world. ഭഗവാൻ തന്റെ രൂപം സാധാരണ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു മാർഗമാണ് വിഗ്രഹം. And though it appears in this material world, the form actually is non-material. ഈ ഭൗതിക ലോകത്തിലാണ് വിഗ്രഹം ഉണ്ടെങ്കിലും ഇത് ഭൗതിക ശക്തിയല്ല. Of course, the other way in which the Lord reveals Himself is the Lord through mantra and through His name. ഭഗവാൻ തന്റെ രൂപത്തിനെ മറ്റു മാർഗങ്ങളിലും വിശദീകരിക്കുന്നുണ്ട്. അതേതൊക്കെയാണ്? മന്ത്രവും നാമവും. So by engaging our senses and mind and worshiping the form of the Lord, chanting His name, etc., what do? We develop prema, which is love of the Supreme Lord. അപ്പൊ നമ്മൾ ഭഗവാന്റെ വിഗ്രഹത്തിനെ സേവിക്കുന്നു, നാമം ജപിക്കുന്നു, ഇതിൽ കൂടെ പ്രേമം, ഭഗവാന്റെ പ്രേമം നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. In realizing the Lord, we also realize our position as Atma beyond the body. അപ്പൊ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെയും നമ്മൾ സാക്ഷാത്കരിക്കുന്നു. നാം ഈ ശരീരമല്ല, ആത്മാവാണ്. So the person practicing Bhakti Yoga also gets liberated from the material world. അതേ സമയം ഭക്തിയോഗം പരിശീലിക്കുന്ന ഒരു വ്യക്തിക്കും മോക്ഷപ്രാപ്തി ലഭിക്കും. But that Atma, cultivating a relationship with the Lord, develops a spiritual body with spiritual senses. അപ്പൊ ഈ ആത്മാ ഭഗവാനോട് ഒരു ആത്മീക ബന്ധം വെച്ച് പുലർത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മീക മനസ്സും ആത്മീക ഇന്ദ്രിയങ്ങളും ലഭിക്കും. And in that body, then that Atma serves the Lord eternally. അപ്പൊ ആത്മീക ശരീരത്തിനോട് അദ്ദേഹം ചെന്നിട്ട് ഭഗവാനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. So in Bhagavad Gita, Krishna concludes that bhakti is the easiest and quickest process. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് പറയുന്നു, ഉദ്ഘോഷിക്കുന്നു, ഭക്തിയാണ് എളുപ്പമായ മാർഗം. It's also the most complete. ഇതാ എളുപ്പം മാത്രമല്ല, ഇത് പൂർണ്ണമായ പ്രക്രിയ കൂടെയാണ്. And therefore, in conclusion, Bhagavad Gita, which is the table of all the other processes, just with Bhakti Yoga. അപ്പൊ ഭഗവത്ഗീതയുടെ അന്ത്യത്തിൽ ഭഗവാൻ പറയുന്നു, മറ്റ്
എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭക്തിയോഗം സ്വീകരിക്കുക. So what I've described is the process of bhakti yoga, the method. അതിനുശേഷം ആ ഭക്തിയോഗയുടെ പ്രക്രിയയെ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട്. However, we also have philosophy. അതിന്റെ കൂടൊപ്പം തന്നെ നമുക്ക് സിദ്ധാന്തവും ഉണ്ട്. Generally, devotees don't like philosophy. പൊതുവെ ഭക്തന്മാർക്ക് ഈ സിദ്ധാന്തമൊന്നും ഇഷ്ടമല്ല. Why we have to read all these things? This is Hare Krishna. ഇതൊക്കെ എന്തിനാ വെറുതെ പഠിച്ച് മെനക്കെടുത്ത് നാമം ജപിച്ചാൽ പോരെ? But our acharyas always emphasize we do need some basic knowledge in order that we chant properly. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അല്പം ജ്ഞാനം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ശരിക്കും ഭഗവാനെ മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കും. So of course, philosophy has many branches. സിദ്ധാന്തത്തിന് ഒരുപാട് ശാഖകളുണ്ട്. One branch of philosophy deals with how to attain knowledge. ആ ശാഖയിൽ ഒന്നാണ് ഈ ജ്ഞാനം എങ്ങനെ നേടുക എന്നുള്ളത്. So that is very important because we need knowledge for everything. We also need knowledge for spiritual life. അപ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ജ്ഞാനം വേണം. ആധ്യാത്മിക ജ്ഞാനവും നമുക്ക് വേണം. But where does the knowledge come from? അത് എവിടെ നിന്ന് കിട്ടും? So of course, ultimately we say scripture. ശാസ്ത്രത്തിൽ നിന്ന് കിട്ടും. Philosophy also deals with logic. We cannot make just unreasonable statements, things that do make sense to us. അപ്പോ ഈ ശാസ്ത്രം സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഊഹാബോധമൊന്നും ചേർക്കാൻ പറ്റില്ല. അതിലൊരു ന്യായം വേണം. So philosophy develops rules of logic by which we can understand the proper meaning of scripture. ഈ ശാസ്ത്രം എന്താ ചെയ്യുന്നത്? ന്യായത്തിന്റെയും തർക്കത്തിന്റെയും അടിസ്ഥാനത്തിൽ സിദ്ധാന്തങ്ങളെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. Another branch of philosophy we call ontology. This is what we call someone again. What really exists and how are they related to each other? അപ്പോ ഈ ശാസ്ത്രത്തിന്റെ ഇനിയൊരു ശാഖയാണ് സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ഉള്ളത്, അത് എങ്ങനെയാണ് സംബന്ധിക്കുക. Yes, we define matter, God, Jiva, these things, which is very important for us. ഇതിനകത്ത് ആത്മാവ് എന്താണ്, ശരീരം എന്താണ്, ഭൗതികത എന്താണ് എന്നൊക്കെ വിവരിക്കുന്നുണ്ട്. Because we find in Indian philosophy that different groups accept different things as real. Some do not accept Jiva, some do not accept matter, some do not accept form of God. So all sorts of variety of opinions based on scripture. ഈ ഭാരതീയ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു അവിയൽ പോലെയാണ്. ചിലർ ഭഗവാന്റെ രൂപം സ്വീകരിക്കില്ല, ചിലർ ജീവനുണ്ടെന്ന് സ്വീകരിക്കില്ല, ചിലർ ഭൗതികതയെ സ്വീകരിക്കില്ല. The last category is called aesthetics in English language, but we can say rasa. നാലാമത്തെ ശാഖയാണ് രസതത്വം എന്ന് പറയുന്നത്. So this is one category that the Lord Chaitanya followers particularly concentrate on. What is most beautiful? What is bliss? What is the experience of prema? ഈ നാലാമത്തെ രസതത്വമാണ് പ്രധാനം. ചൈതന്യ മഹാപ്രഭുയുടെ അനുയായികൾ ഇതാണ് പാലിച്ചത്. ഇതിൽ സൗന്ദര്യം എന്താണ്, ഭഗവാനോടുള്ള അനുഭവം എന്താണ് എന്നൊക്കെ വിവരിക്കും. So as I said, epistemology is very important because that's the basis of our knowledge. അപ്പോൾ ഈ എപ്പിസ്റ്റമോളജിയും വളരെ അത്യാവശ്യമാണ്. കാരണം ശാസ്ത്രങ്ങളുടെ ചില അടിസ്ഥാനങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട്. So in India, people will either accept the Vedas or not accept the Vedas. ഭാരതത്തിൽ രണ്ട് കൂട്ടം ജനങ്ങളാണ് വ്യാപകമായിട്ടുള്ളത്. ഒന്ന് വേദത്തിനെ ആചരിക്കുന്നവർ, ഇനിയൊന്ന് ആചരിക്കാത്തവർ. So Samkhya, Yoga, Nyaya, Vaisheshika, Mimamsa, and they're not all accept the authority of the Vedas. ഇത് നിങ്ങളൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞു. സാഖ്യയോഗം, ന്യായ, വൈശേഷിക, കർമ്മമീമാംസം, വേദാന്തം എന്നുള്ള മാർഗങ്ങളെ പിന്തുടരുന്നവർ വേദത്തിനെ അംഗീകരിക്കുക. And Jain, Sikhs, Buddhists, and Charvakas do not accept the Vedas. ജൈനമതം, സിഖ് മതം, ബുദ്ധമതം വേദത്തിനെ അംഗീകരിക്കുന്നില്ല. Of course, around the world, in all sorts of other religions, they also don't accept the Vedas. ലോകം മുഴുവനും മറ്റനേകം മതങ്ങളുമുണ്ട്, അവരും വേദത്തിനെ സംബന്ധിക്കില്ല. Still, these other religions also accept some authority, some scripture. എന്നാൽ ചില മതങ്ങൾ ചില മതതത്വങ്ങളെ സിദ്ധാന്തത്തിനെ ആചരിക്കുന്നുണ്ട്. So, those who accept the Vedas accept that logic and sense perception are secondary means of proof. വേദങ്ങളെ അംഗീകരിക്കുന്നവർ ന്യായതത്വത്തിനെയും ഇന്ദ്രിയ സാക്ഷാത്കാരത്തെയും രണ്ടാമത്തെ
പ്രൂഫായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. And that is why all the members of these groups at the top, they're always quoting Vedic scriptures. അതുകൊണ്ടാണ് വേദത്തിനെ അംഗീകരിക്കുന്ന സാഖ്യ യോഗ ഇവർ വേദത്തിനെ എപ്പോഴും കോട്ട് ചെയ്യുന്നത്. So, in this way, we do have to study philosophy to some degree to understand how to go about people as they go about it. അതുകൊണ്ട് വേദജ്ഞാനം വളരെ അത്യാവശ്യമാണ്. ഭഗവാനെ എങ്ങനെ സേവ ചെയ്യാം, ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാം, ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയണം. So, as I said, scripture becomes very prominent as the proof of God for us. അപ്പോൾ നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളാണ് പ്രധാന പ്രൂഫ് എന്ന് പറയുന്നത്. Without accepting the scripture, we can't go any further. ശാസ്ത്ര അടിസ്ഥാനം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത മുന്നോട്ട് പോകാൻ സാധിക്കില്ല. And that's why Srila Prabhupada always emphasized scripture. അതുകൊണ്ടാണ് പ്രഭുപാദർ വീണ്ടും വീണ്ടും ശാസ്ത്രങ്ങളുടെ പ്രാധാന്യം ഊന്നി പറയുന്നത്. So, even if we accept the scripture in India, what is this? ശാസ്ത്രങ്ങളെ ഭാരതത്തിൽ അംഗീകരിക്കുന്നുണ്ട്. അതെ, ശാസ്ത്രം എന്താണ്? Vedas. What is Veda? പൊതുവെ ആൾക്കാർ വേദം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. വേദം എന്ന് വെച്ചാൽ എന്താണ്? So, they will say scripture. വേദം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രം എന്ന് പറയും. What is scripture? Veda. So, we get caught there. ഇപ്പൊ ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ വേദം എന്ന് പറയും, വേദം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രം എന്ന് പറയും. So, the literal meaning of Veda is we have 4 Vedas: the Rig Veda, Yajurveda, Samveda, Atharvaveda, the concrete scriptures. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ പൊതുവിൽ വ്യാപകമായിട്ട് മനസ്സിലാക്കുക ഋഗ്, യജുർ, സാമ, അഥർവ 4. These scriptures are put in a special category because they are said to be without beginning, without any author, unchanging forever in the material world and in the spiritual world. ഇതൊരു പ്രത്യേക കാറ്റഗറിയാണ്. കാരണം ഇത് ആരാ എഴുതിയത്, ഇതിന്റെ ഉത്ഭവം എന്താണ്, ഇതിന്റെ അന്ത്യം എന്താണ്, ഒന്നും വിവരിച്ചിട്ടില്ല. So, these are emphasized by many of the followers of the Vedas. They take this as the final authority. ഇതിനെ പല വേദാന്തികളും ഇതാണ് അന്തിമമായ ശാസ്ത്രം എന്ന് അംഗീകരിക്കാറുണ്ട്. One problem is Vedas are very big. പക്ഷെ ഇതിൽ ഒരു പ്രശ്നമുണ്ട്, ഇത് ഭയങ്കര വലുതാണ്. We have 4 Vedas. Each Veda has 4 parts. ഓരോ വേദ 4 എണ്ണമുണ്ട്. ആ ഓരോന്നിനും വീണ്ടും 4 ശാഖകളുണ്ട്. So to learn one Veda out of the 4, you have to learn Brahmanas, Aranyakas, Upanishads, and Samhita. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ച് പഠിക്കണമെങ്കിൽ ബ്രാഹ്മണ, ആരണ്യക, സംഹിത എന്ന് പല ശാഖകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. To learn it means you have to memorize it. അപ്പൊ പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇത് മുഴുവനും ബൈഹാർട്ട് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക. But memorizing is not the sounds, it's also swara, intonation. അപ്പൊ ഇതിനെ പഠിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിന്റെ രാഗം, താളം, സ്വരം ഇതും കൂടെ പഠിക്കണം. Each syllable will have high, middle, low intonation, so you have to know exactly which syllable goes high, which goes low, which goes medium. So you have to learn the whole, all this in terms of swara. അപ്പൊ ഈ സ്വരം പഠിക്കാന്ന് വെച്ചാൽ ഒരു അക്ഷരം ഉച്ചസ്ഥായിലായിരിക്കും, ഒന്ന് നീചസ്ഥായി, മധ്യത്തിലേക്ക് ഒക്കെ പഠിക്കണം. Of course, not everybody is qualified for the Vedas. എല്ലാരെ കൊണ്ടും സാധിക്കില്ല. Sudras are forbidden to study or to hear the Vedas. ശൂദ്രന്മാർ വേദങ്ങൾ പഠിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവിടെ നിർദ്ദേശം. And because even one Veda takes so much time, most of the time the only people that study and learn the Vedas are the Brahmanas. അപ്പൊ ഒരു പുസ്തകം പഠിക്കണമെങ്കിൽ തന്നെ അനേകം സമയം വേണം. അതുകൊണ്ട് പൊതുവെ ബ്രാഹ്മണരാണ് വായിക്കുന്നത്. But learning the Vedas with the swaras is not enough. You have to know the meaning of the Vedas. ഇപ്പൊ സ്വരത്തിന്റെ ആ ഒരു മീറ്റർ മാത്രം മനസ്സിലാക്കിയാൽ പോലെ അതിന്റെ അർത്ഥവും കൂടെ മനസ്സിലാക്കണം. The actual grammar and the words sometimes is very difficult to understand. അതിന്റെ അർത്ഥം, അതിന്റെ ഗ്രാമർ ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. So the method of teaching has been carried on from teacher to student for thousands of years. രീതി എന്താണ്? ഒരു ഗുരു ശിഷ്യന് ഉപദേശിക്കുക, ശിഷ്യൻ വീണ്ടും അടുത്ത ശിഷ്യന്, അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. The first teachers were established by Vedavyas himself after he divided the Vedas, and then those teachers passed it on to the disciples. ഇത് തുടങ്ങി വെച്ചത് വ്യാസ മഹർഷി തന്നെയാണ്. അദ്ദേഹം പ്രധാന ശിഷ്യന്മാരെ വിളിച്ച് ഇതിനെ 4 ആയി വിഭജിച്ച് അവർ പിന്നീട് അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. Because of so much difficulty in learning, studying, understanding Vedas,
Then sages began to write other scriptures. പക്ഷെ ഇതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഋഷിമാർ എന്ത് ചെയ്തു? മറ്റ് ഗ്രന്ഥങ്ങളും എഴുതാൻ തുടങ്ങി. So one category they wrote is called Itihasa, അതിൽ ഒരു വിഭാഗമാണ് ഇതിഹാസം എന്ന് പറയുന്നത്. which literally means history. പൊതുവെ അർത്ഥം ഇതിഹാസം എന്ന് വെച്ചാൽ ചരിത്രം. We can also call these epics, very long works. ഇത് വന്നിട്ട് ഇതിഹാസം വളരെ വലുതും കൂടെയാണ്. So Ramayana by Valmiki is one of these. Mahabharata is by Vedas is another. ഈ രണ്ട് ഇതിഹാസം പ്രസിദ്ധി ആർജിച്ചത് ഒന്ന് വാൽമീകി എഴുതിയ രാമായണവും ഇനി ഒന്ന് വ്യാസമഹർഷി എഴുതിയ മഹാഭാരതവും. In the Mahabharata we have Bhagavad Gita. ആ മഹാഭാരതത്തിനകത്താണ് ഭഗവത്ഗീതയുള്ളത്. So these works are written in simpler language with simpler grammar. അപ്പൊ ഇത് സാധാരണക്കാർക്ക് സാധാരണ ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങളാണ്. And they're filled with many stories. അതിനകത്ത് ഒരുപാട് കഥകളുണ്ട്. And anyone, even sutras or lectures, can hear or even recite. ആർക്ക് വേണമെങ്കിലും ഇത് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. So this gives scripture a wider audience. അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ലളിതമായിട്ടാണ്. To further make wider audience, Vedas also wrote Puranas. വീണ്ടും ആൾക്കാരെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വ്യാസമഹർഷി പുരാണങ്ങൾ രചിച്ചു. He wrote 18 Puranas, 6 for the people of Tamaguna, 6 for the people of Rajaguna, 6 for the people of Sattaguna. അങ്ങനെ വ്യാസമഹർഷി 18 പുരാണം രചിച്ചു. 6 സത്വഗുണക്കാർക്കും 6 രജോ ഗുണക്കാർക്കും 6 തമോ ഗുണക്കാർക്കും വേണ്ടി. The goal, of course, is that if you're in Tamaguna, you worship Shiva, and through that worship you can purify, then you get to Rajaguna, then you worship Brahma, then you get purified, then you get to Sattva, and you worship Vishnu. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ തമോ ഗുണത്തിലുള്ളവർ ആദ്യം മഹാദേവനെ പൂജിച്ച് രജോ ഗുണത്തിലേക്ക് ഉയരും. അവിടെ ബ്രഹ്മാവിനെ പൂജിച്ച് സത്വഗുണത്തിലേക്ക് ഉയരും. അവിടെ അവർ വിഷ്ണുവിനെ പൂജിക്കും. Vedas also wrote the Brahma Sutras or the other sutras. വേദവ്യാസമഹർഷി അത് മാത്രമല്ല, ആ വേദാന്ത സൂത്രത്തിന് അദ്ദേഹം ഭാഷ്യവും എഴുതി. In these sutras, he explains the meaning of certain passages in Upanishads which are difficult to understand. ഈ സൂത്രങ്ങളിൽ ഉപനിഷത്തില് വളരെ സംഘർഷമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനം രചിച്ചു. Unfortunately, he wrote them in sutras, which is very short statements, which gives rise to all sorts of interpretations. പക്ഷേ നിർഭാഗ്യവശാൽ വ്യാസമഹർഷി എഴുതിയതെല്ലാം ചെറിയ ചെറിയ സൂത്രങ്ങളെ പോലെ, ഫോർമുലാസ് പോലെയാണ്. അതിൽ അനേകം സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Many other sages began to write scriptures, and we have the Smritis, like Manusmriti, etc., which largely explain rules of life. അതിനുശേഷം മറ്റ് ഋഷിമാര് അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചു. ഉദാഹരണത്തിന് മനുസ്മൃതി. അതെന്താണെന്ന് വെച്ചാൽ വർണ്ണാശ്രമ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. As well as this, we have 108 Pancharatra scriptures. അതിനുശേഷം ഋഷിമാർ 108 പാഞ്ചരാത്ര ശാസ്ത്രങ്ങളും രചിച്ചു. So this gives us too many scriptures. ഇപ്പൊ നോക്കിയാൽ ഒരുപാട് സാധനമായിപ്പോയി. Nobody can learn all these scriptures. ഇതെല്ലാം ഒരു മനുഷ്യായുസ്സിൽ വായിച്ചു തീർക്കാൻ സാധിക്കില്ല. And especially in the modern age, maybe some Brahmana will learn one Veda. കലികാലത്തില് ചിലപ്പോൾ ഒരാൾ ഒരു ബ്രാഹ്മണൻ ഒരു വേദം വായിച്ചത് നേരാണ്. But to learn everything is very impossible. ഇത് എല്ലാം വായിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. So Vedas was puzzled how to communicate to the people in Kali Yuga. അപ്പൊ വ്യാസമഹർഷിക്ക് ഒരു സംശയം തോന്നി, കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എങ്ങനെയാ പഠിപ്പിക്കുക? So he took the advice of Narada Muni. അദ്ദേഹം തന്റെ ഗുരുവായ നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചു. And he summarized the meaning of the Brahma Sutras, the Puranas, the Mahabharata, the Upanishads, the Vedas in one word called Srimad Bhagavatam. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വേദങ്ങൾ, 108 ഉപനിഷത്ത്, ഇതിഹാസം, ബ്രഹ്മസൂത്ര ഇതിനെല്ലാം ക്രോഡീകരിച്ച് ഒറ്റ പുസ്തകത്തിൽ തീർത്തു. അതാണ് ശ്രീമദ് ഭാഗവതം. So Chaitanya Mahaprabhu and his followers have accepted the Bhagavatam as the final proof. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവും തന്റെ അനുയായികളും ശ്രീമദ് ഭാഗവതത്തിനെ അന്തിമ പുസ്തകമായി സ്വീകരിച്ചു. And therefore, many of our acharyas have written commentary on Bhagavatam. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാര് ഭാഗവതത്തിന് വ്യാഖ്യാനം രചിച്ചു. And that is why Prabhupada also spent so much time making commentary on Srimad Bhagavatam. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദരും ഭാഗവത
വാക്യത്തിന്റെ മീതെ ഒരുപാട് സമയം ചെലവാക്കി ഒരു വ്യാഖ്യാനം രചിച്ചത്. This is scripture. ഇതാണ് ശരിക്കും ശാസ്ത്രം. So we generally refer to Bhagavatam. പൊതുവെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഗവതത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. So accepting scripture is good, accepting Veda is good, but there's also a problem of understanding the meaning of the Vedic statements. ശാസ്ത്രം സ്വീകരിക്കുന്നത് നല്ലതാണ്, എന്നിരുന്നാലും അതിന്റെ വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതാണ്. Even if one accepts the Vedas, still there's so many different opinions. So we have 66 different varieties of opinions in the ancient times. അപ്പോൾ വേദങ്ങൾ വായിച്ചാലും മനസ്സിലായാലും അവിടെയും ഋഷിമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ കാണുന്നതാണ് 6 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. They all accept the Vedas, but they come up with very different conclusions. ഇവരെല്ലാം വേദം പഠിച്ചുവെങ്കിലും അവർ ഓരോരുത്തരും മനസ്സിലാക്കിയത് വ്യത്യസ്തമായ രീതിയിലാണ്. So the atheistic Kapila, not the Avatar, the Bhagavatam, another Kapila, he established the atheistic Sankhya philosophy. കപില മുനി, കപില ഋഷിയിൽ 2 പേരുണ്ട്. ഒന്ന് ആസ്തികനും ഇനിയൊന്ന് നാസ്തികനും. നാസ്തികനായ കപിലൻ ഈ നിരീശ്വരവാദമായ സാഖ്യ സിദ്ധാന്തത്തിനെ കൊണ്ടുവന്നു. So his conclusion is simply this: there is Atma and there is matter. അപ്പോൾ ഈ കപിലന്റെ സാഖ്യ സിദ്ധാന്തം എന്താ പറയുന്നത് വെച്ചാൽ അവിടെ ആത്മാവുണ്ട്, ശരീരമുണ്ട്. The goal is to realize you are Atma. ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാവാണെന്ന് സാക്ഷാത്കരിക്കണം. He doesn't mention any God at all, so this is called atheistic philosophy. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ ഭഗവാൻ ദൈവത്തിന് സ്ഥാനമേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നിരീശ്വരവാദം എന്ന് പറയുന്നത്. So at this stage, Patanjali established yoga philosophy. രണ്ടാമത്തെ ഋഷി പതഞ്ജലി അദ്ദേഹം യോഗ സിദ്ധാന്തമാണ് സ്ഥാപിച്ചത്. It's similar to Sankhya, but he accepts God in some form. അദ്ദേഹം ഏകദേശം സാഖ്യ സിദ്ധാന്തം പോലെയാണ്, പക്ഷെ അല്പം ഈശ്വരന്റെ സ്ഥാനം അദ്ദേഹം അംഗീകരിക്കും. So Gautama established Nyaya, which is logical philosophy. മൂന്നാമത്തെ ഋഷി ഗൗതമ ഋഷി അദ്ദേഹം ന്യായ സിദ്ധാന്തത്തിനെ സ്ഥാപിച്ചു. So we also accept many of the principles that Gautama established in terms of logic. അദ്ദേഹം ന്യായ സിദ്ധാന്തത്തിൽ സ്ഥാപിച്ച ചില കാര്യങ്ങൾ നമ്മളും അംഗീകരിക്കാറുണ്ട്. So not only does he accept the Atma or the Jiva, also accepts the Supreme God, but personal. അദ്ദേഹം ആത്മാവിനെയും ശരീരം മാത്രമല്ല സ്വീകരിക്കുന്നത്, ഭഗവാൻ ദൈവത്തിനെയും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം നിരാകാരമാണ് അദ്ദേഹത്തിന്. So his philosophy is by studying logic, principles of Nyaya, we could realize this impersonal God. അപ്പൊ അദ്ദേഹത്തിന്റെ മാർഗം പിന്തുടർന്നാൽ ന്യായ സിദ്ധാന്തം ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ നിരാകാര ദൈവത്തിനെയാണ് നമ്മൾ അവിടെ സാക്ഷാത്കരിക്കുന്നത്. So we say Kanada has established Vaisheshika philosophy. നാലാമത്തെ ഋഷി ഖനാദി ഋഷി അദ്ദേഹം വൈശേഷിക സിദ്ധാന്തത്തിനെ സ്ഥാപിച്ചു. So matter is made up of atoms. അപ്പൊ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഭൗതികത ആറ്റംസിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. Also accept God, but again impersonal. അദ്ദേഹവും ദൈവത്തിനെ അംഗീകരിക്കുന്നു, പക്ഷെ അദ്ദേഹം പറയുന്ന ദൈവവും നിരാകാരമാണ്. There's another form of Jnana. അത് ജ്ഞാനയോഗത്തിന്റെ വേറൊരു രൂപമാണ്. So here they accept God, the material world, and Jiva, but God is impersonal. അപ്പൊ ഇവരെല്ലാവരും ജീവാത്മാവിനെ അംഗീകരിക്കുന്നു, ഭൗതിക പ്രകൃതിയെ അംഗീകരിക്കുന്നു, ദൈവത്തിനെ അംഗീകരിക്കുന്നു, പക്ഷെ ദൈവം നിരാകാരമാണ്. Okay, so Jaimini established Purva-Mimamsa philosophy. അഞ്ചാമത്തെ ഋഷി ജൈമിനി അദ്ദേഹം പൂർവമീമാംസ സിദ്ധാന്തത്തിനെ സ്ഥാപിച്ചു. He became quite famous because he established many of the rules for interpreting the Vedas. അദ്ദേഹം കുറച്ച് പ്രസിദ്ധനാണ്, കാരണം അദ്ദേഹം വേദം മനസ്സിലാക്കാനുള്ള ചില നിയമങ്ങളെ അദ്ദേഹം But he emphasizes rituals and sacrifices. പക്ഷെ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് യജ്ഞഹോമാദികൾക്കും ചടങ്ങുകൾക്കുമാണ്. And what is the goal? Not liberation, go to Svargalokam. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മോക്ഷമല്ല, സ്വർഗം വരെ എത്തുക എന്നുള്ളതാണ്. And so he doesn't accept the Supreme God at all. അദ്ദേഹം പരമദിവ്യോത്പത്തിനെ കുറിച്ച് പറയുകയില്ല. But he does accept many Devatas. Polytheists.
പക്ഷെ അദ്ദേഹം ദൈവത്തിനെ ഭഗവാനെ അംഗീകരിക്കുന്നില്ല, പക്ഷെ ദേവഗണങ്ങളെ അംഗീകരിക്കുന്നു. അതും ഒരു അപൂർണമായ സിദ്ധാന്തമാണ്. So this is quite different from the previous philosophy. There's no God, not even a personal God there. ഇദ്ദേഹം അവർ നേരത്തെ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തനാണ്. അവർ ദൈവത്തിനെ അംഗീകരിച്ചിട്ടേ ഇല്ല, ഇദ്ദേഹം ദേവന്മാരെ അംഗീകരിക്കുന്നു. So the sixth is called Vedanta, Buddhist doctrine. ആറാമത്തെ ഋഷിയാണ് വേദാന്തം, വ്യാസമഹർഷി രചിച്ചത്. So this is the philosophy that manifests in the Brahma Sutras. ഈ സിദ്ധാന്തമാണ് ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ കാണുന്നത്. And its interpretation of statements of the Upanishads, which are the Gyanakanda of the Vedas. അപ്പോൾ ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വേദങ്ങളുടെ ജ്ഞാനകാണ്ഡത്തിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. So this philosophy is monotheistic. There is one God. അപ്പൊ ഈ സിദ്ധാന്തം എന്താ പറയുന്നത്? അവിടെ ഒരു ദൈവമുണ്ട് എന്ന് പറയും. However, beyond accepting one God, we have different branches who have extremely different opinions. പക്ഷെ ഇദ്ദേഹം ഒരു ദൈവത്തിന്റെ കാര്യം ഇവിടെ പറയുമെങ്കിൽ അവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും അത് അംഗീകരിക്കുന്നില്ല. So one branch of Vedanta is Advaita Vedanta. അപ്പോ ആ ഒരു ദൈവ സിദ്ധാന്തത്തിൽ തന്നെ വീണ്ടും ശാഖകളുണ്ട്. Established by Shankaracharya. ഈ അദ്വൈത സിദ്ധാന്തത്തിനെ ശങ്കരാചാര്യരാണ് സ്ഥാപിച്ചത്. And his philosophy is impersonal, but also different from Samkhya, Jnana, or Samkhya and Vaisheshika, Nyaya, Yoga. അദ്വൈതാചാര്യരും അദ്ദേഹം നിരാകാരമാണ് പറയുന്നതെങ്കിലും നേരത്തെ പറഞ്ഞ വൈശേഷിക ന്യായ സിദ്ധാന്തങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. In his philosophy, there is no jiva, there is no matter. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് അവിടെ ജീവനും ഇല്ല, അവിടെ ഭൗതിക പ്രകൃതിയും ഇല്ല. So we have that. ബാക്കി എന്താ ഉള്ളത്? ബ്രഹ്മം മാത്രം. That's why it's called Advaita, only one. അതുകൊണ്ടാണ് അതിനെ അദ്വൈതം എന്ന് പറയുന്നത്. ഒരേ ഒരു കാര്യം. Jiva and matter are illusory. ജീവനും ഭൗതിക പ്രകൃതിയും സാങ്കല്പികമാണ്. And what is this Brahman? No form, no qualities, no activity. ഈ ബ്രഹ്മം എന്താണ്? അവിടെ രൂപമില്ല, ഗുണമില്ല, പ്രവർത്തനമില്ല, ഒന്നുമില്ല. So the goal of the jiva is to realize he's illusory. അപ്പോൾ ജീവാത്മാവിന്റെ ലക്ഷ്യം എന്താണ്? ആ ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കുക. And that he is actually Brahman. അദ്ദേഹം ബ്രഹ്മമാണെന്ന് സാക്ഷാത്കരിക്കുക. So this is very different from even the other impersonal philosophies. അപ്പൊ ഇവരെല്ലാവരും നിരാകാരമാണ് പറഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞവർ കുറച്ച് ജീവനെയും ഭൗതിക പ്രകൃതിയെങ്കിലും അംഗീകരിച്ചു. ശങ്കരാചാര്യർ ഒന്നും അംഗീകരിക്കുന്നില്ല. So the other branch of Vedanta is the Vaishnava. അപ്പൊ ഈ വേദാന്തത്തിന്റെ ഇനിയൊരു ശാഖയാണ് വൈഷ്ണവം എന്ന് പറയുന്നത്. Of course, the Vaishnava Vedanta has many branches also. They have common elements. പക്ഷെ അവിടെയും ഒരുപാട് ശാഖകളുണ്ട്. എന്നാൽ എല്ലാവരും യോജിക്കുന്ന ചില ഘടകങ്ങളുമുണ്ട്. So one God, not many gods. അവരും ഒറ്റ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. Jivas are real and many. ജീവാത്മാവിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. ജീവാത്മാവ് അനേകമുണ്ട്. Material world is real. ഭൗതിക പ്രപഞ്ചത്തിനെയും അവരെ സത്യമാണെന്ന് അംഗീകരിക്കുന്നു. The goal is to get prema or love of God, and the method is bhakti. So all of the movements. ഇത് വളരെ ലളിതമാണ്. ഭക്തി മാർഗത്തിൽ കൂടെ ആ ഒരു പ്രേമത്തിനെ ചെന്ന് ചേരുക എന്നാണ്. So why are they different then? പിന്നെന്തിനാ ഇവരുടെ വ്യത്യാസം? So they have different philosophical explanations of the relationship of God and the jiva and matter. ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജീവാത്മ ഭൗതിക പ്രകൃതിയോടും ദൈവത്തിനോടും സ്ഥാപിക്കുന്ന ബന്ധങ്ങളിലുള്ള വ്യത്യാസമാണ്. How can everything be one with God? How can it be different with God? എങ്ങനെയാണ് അവരെല്ലാം ദൈവസമാനരുമാണ് എന്നാൽ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തരുമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. So we have Vishishtadvaita, very famous because Ramanuja established this movement to fight Shankaracharya's impersonalism and spread everywhere throughout South India. അപ്പൊ ഈ വൈഷ്ണവ സിദ്ധാന്തത്തിലുള്ള ശാഖകളിൽ വളരെ പ്രസിദ്ധനാണ് രാമാനുജാചാര്യ. അദ്ദേഹം സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ശങ്കരാചാര്യ സിദ്ധാന്തത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. Like Shankar, it's also called Advaita.
ശങ്കരാചാര്യരുടെ സിദ്ധാന്തം പോലെ തന്നെ ഇതിലും അദ്വൈത എന്നൊരു വാക്ക് വരുന്നുണ്ട്. But then he says Vasishta Advaita. പക്ഷെ അദ്ദേഹം അവന് മുമ്പ് ഒരു വാക്ക് ചേർത്ത് വിശിഷ്ട അദ്വൈതം എന്നാണ്. So Vasishta means qualified, it's got some quality in it. അപ്പൊ വിശിഷ്ട അദ്വൈതം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിച്ച വളരെ പ്രത്യേകതയുള്ള അദ്വൈതം എന്നാണ്. So we have this Advaita, one Brahman, but it is Vasishta. It has qualities attached to it. ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മത്തിനെ കുറിച്ച് രാമാനുജാചാര്യർ പറയുന്നുണ്ട്. പക്ഷേ ആ ബ്രഹ്മത്തിന് ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു. In Shankaracharya's philosophy, we have one Brahman, no qualities, nothing. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞത് ബ്രഹ്മനുണ്ട്, പക്ഷേ ഗുണങ്ങളില്ല. ഇദ്ദേഹം പറയുന്നത് ഗുണങ്ങളുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. So Ramanuja accepts Brahman as one God. It's a personal Brahman. It is God with form, qualities, activities. രാമാനുജാചാര്യർ പറയുന്നത് ആ ബ്രഹ്മം ഒന്ന് തന്നെയാണ്, പക്ഷെ ആ ബ്രഹ്മത്തിന് ലീലകളുണ്ട്, ഗുണങ്ങളുണ്ട്, രൂപമുണ്ട് എന്നൊക്കെ പറയും. Who is this God? It is Vishnu. ആ ദൈവം ആരാണ്? വിഷ്ണു. Matter and jivas are real, but they are dependent upon Vishnu. ഭൗതികത സത്യമാണ്, ജീവാത്മ സത്യമാണ്, പക്ഷെ അത് വിഷ്ണുവിനെ ആശ്രയിച്ചാണുള്ളത്. So of course they accept Vedas, Upanishads, etc. Vishnu Purana also is one of the main scriptures they quote. അവരെല്ലാം വേദശാസ്ത്രത്തെ അംഗീകരിക്കുമെങ്കിലും വിഷ്ണു പുരാണത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. So he says everything is one, but within that oneness we do have matter, jivas, qualities, etc. അദ്ദേഹം വിശേഷിപ്പിച്ചത് എല്ലാം ബ്രഹ്മനാണ്, പക്ഷെ ബ്രഹ്മത്തിന്റെ അകത്ത് ഗുണം, ലീല, രൂപം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. So he appeared first among the great Vaishnavas to counteract Shankaracharya's Advaita. ശങ്കരാചാര്യ സിദ്ധാന്തത്തിനെ ആദ്യമായി എതിർത്ത ഒരു വൈഷ്ണവ ആചാര്യനാണ് രാമാനുജാചാര്യർ. Later on, we have Madhvacharya appearing, and he established Advaita philosophy. രാമാനുജാചാര്യരുടെ ശേഷം വന്ന പ്രസിദ്ധനായ ആചാര്യനാണ് മധ്വാചാര്യർ. അദ്ദേഹം ദ്വൈത സിദ്ധാന്തത്തിനെ സ്ഥാപിച്ചു. As we see, this is opposite of Advaita. ഇത് അദ്വൈതത്തിന് പൂർണ്ണമായി വിരുദ്ധമായതാണ്. Advaita means non-dual, only one. Advaita means no, two. ഇത് കംപ്ലീറ്റ്ലി ശങ്കരാചാര്യ സിദ്ധാന്തത്തിൽ നിന്ന് വ്യത്യാസമാണ്. അവിടെ ഏകം ഒന്ന് എന്ന് പറയുന്നു, ഇവിടെ രണ്ട് എന്ന് പറയുന്നു. So unlike even Ramanujacarya says not everything is one. Everything is automatically different. There's a Supreme Lord, different from the jivas, different from matter. They're not one. അപ്പോ മധ്വാചാര്യൻ പറയുന്നത് ദൈവമുണ്ട്, ജീവാത്മാവുണ്ട്, ഭൗതിക പ്രകൃതിയുണ്ട്, പക്ഷെ ഇതെല്ലാം ഭിന്നമായതാണെന്ന് പറയുന്നു. And the Supreme Lord controls everything else. ആ പരമദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. So this is also believing in one God. God is a person. ദൈവവും ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ ദൈവം വ്യക്തിയാണെന്ന് പറയുന്നു. And he often uses Mahabharata as his main proof. അദ്ദേഹം പ്രധാന ശാസ്ത്രമായി മഹാഭാരതത്തിനെയാണ് പറയുന്നത്. So everything is different, but everything is dependent on the Lord. അദ്ദേഹം വിവരിക്കുന്നത് ഇതെല്ലാം വ്യത്യസ്തമാണ്, പക്ഷേ എല്ലാം ദൈവത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. So we got Advaita, Advaita, now we got Advaita, Advaita, two combined, dualism and monism. ഇതിപ്പോ മൂന്നാമത്തെ വൈഷ്ണവാചാര്യനാണ്. നേരത്തെ നമ്മൾ അദ്വൈതം കണ്ടു, ദ്വൈതം കണ്ടു. ഇദ്ദേഹം എന്താ പറയുക? ദ്വൈത അദ്വൈത രണ്ടും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. So this was the philosophy was established by Nimbarkacharya. നിംബർക്ക എന്നാണ് ഈ ആചാര്യന്റെ പേര്. So jivas and matter are different from the Lord, since they have qualities different from the Lord. ഇദ്ദേഹം പറയുന്നത് ജീവനും ഭൗതിക പ്രകൃതിയും ഈശ്വരനിൽ നിന്ന് ഭിന്നമാണ്. കാരണം അവർക്ക് ഭിന്നമായ ചില സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട്. But jivas and matter are also not different from the Lord because they're dependent on the Lord. എന്നാൽ ജീവാത്മാവും ഭൗതിക പ്രകൃതിയും ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ല, കാരണം അവർ ദൈവത്തിനെ ആശ്രയിക്കുന്നവർ. So he also believes in one supreme Lord who is for both. ഇദ്ദേഹവും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ ദൈവത്തിന്റെ ഗുണം, സ്വരൂപം എല്ലാം ഉണ്ട്. But he also says supreme Lord is Krishna. പക്ഷെ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ആ പരമമായ രൂപം കൃഷ്ണനാണ്. Whereas Madhva and Ramanujacarya say Vishnu is supreme. രാമാനുജാചാര്യരും മധ്വാചാര്യരും വിഷ്ണുവാണ് പരമോന്നതൻ എന്ന് പറഞ്ഞത്, പക്ഷെ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കൃഷ്ണ എന്ന് പറയുന്നത്. We have another Advaita. This is Suddha Advaita, pure Advaita.
അപ്പൊ നാലാമത്തെ ആചാര്യനാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത്. ഈ മാർഗമാണ് ശുദ്ധ അശുദ്ധ അദ്വൈതം. And this is largely found by Vallabhacharya. ഇത് കൂടുതലും വല്ലഭാചാര്യർ സ്ഥാപിച്ച ഒരു മാർഗമാണ്. So it is called pure non-duality or Advaita. അപ്പൊ ഇതിനെ ശുദ്ധ അദ്വൈതം എന്ന് പറയുന്നത്. So he says everything is one with Brahman, but nevertheless the world is not illusory. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാം ബ്രഹ്മമാണ്, എന്നാൽ ഭൗതിക പ്രപഞ്ചം സാങ്കല്പികമല്ല. And Jiva is also Brahman because it has consciousness. ജീവനും ബ്രഹ്മമാണ്, കാരണം ജീവാത്മാവിന് ബോധവും ആനന്ദവും ഉണ്ട്. He also lives in one supreme God form, and supreme God is Krishna. അദ്ദേഹം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ രൂപമാണ് കൃഷ്ണൻ എന്ന് പറയുന്നു. Then finally we have Chaitanya Mahaprabhu's philosophy of Achintya Veda Advaita. അതിനുശേഷമാണ് അന്തിമമായിട്ട് നമുക്ക് ചൈതന്യ മഹാപ്രഭു ലഭിച്ചത്. ചൈതന്യ മഹാപ്രഭു അചിന്ത്യ ഭേദാഭേദ എന്ന തത്വമാണ് കൊണ്ടുവന്നത്. So like Nimbarakas, it is difference and non-difference simultaneous. നിംബർക്കാചാര്യൻ പറഞ്ഞതുപോലെ തന്നെ ഏകവുമാണ് വ്യത്യസ്തവുമാണ്. But how it exists simultaneously because of opposites is because of Achintya Shakti. അപ്പോ ഇവിടെ ഒരു ചോദ്യം, എങ്ങനെ രണ്ടും പരസ്പര വിരുദ്ധമാണല്ലോ, അതെങ്ങനെയാ സ്ഥിതി ചെയ്യുക? അവർ രണ്ടും വ്യത്യസ്തമായ ശക്തികളായിരുന്നു. So Lord Chaitanya also accepts impersonal Brahman as something real, but it is just one inferior aspect of Bhagavan, who is personal God. ചൈതന്യ മഹാപ്രഭു നിരാകാരമായ ബ്രഹ്മത്തിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അത് ഭഗവത് സ്വരൂപത്തിനേക്കാളും താഴ്ന്നതാണ് എന്ന് പറയുന്നു. So he also accepts Krishna as the supreme form. ചൈതന്യ മഹാപ്രഭു നിംബർക്കാചാര്യനെ പോലെ കൃഷ്ണനാണ് പരമോന്നതൻ എന്ന് അംഗീകരിക്കുന്നത്. But he goes further than that and emphasizes not just Krishna, but the rasa of Krishna. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ അംഗീകരിക്കുന്നതോട് മാത്രം നിർത്തുന്നില്ല, വീണ്ടും ഉയർന്നു ചെന്നിട്ട് സ്പിരിച്വൽ ആധ്യാത്മിക രസങ്ങളെ കുറിച്ച് പറയുന്നു. So the rasa of Krishna is very sweet. This is what distinguishes him from other forms of God. ഭഗവാന്റെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ടെങ്കിലും കൃഷ്ണ ഭഗവാനാണ് രസം, ആ മാധുര്യം നമുക്ക് തരുന്നത്. And the rasa, the highest one, most intense one is Madhurya rasa. ആ രസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും തീവ്രമായതുമാണ് മാധുര്യ രസം. And this is ultimately represented by Radha and Krishna. ആ മാധുര്യ രസം രാധാകൃഷ്ണന്മാരിൽ കൂടെ പ്രകടമാകുന്നുണ്ട്. And the main group here is Srimad Bhagavatam. അദ്ദേഹം അടിസ്ഥാനം എടുക്കുന്ന പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. So even if we accept the Vedas, we have so many different philosophies. വേദങ്ങളെ നമ്മൾ അംഗീകരിച്ചാലും അതിനകത്തും അനേകം We സിദ്ധാന്തങ്ങളുണ്ട്. have pure atheistic philosophy, no God, only Atma. നിരാകാര സിദ്ധാന്തമുണ്ട്, ദൈവവിരുദ്ധമായത്, അവർ ആത്മാവിനെ മാത്രം അംഗീകരിക്കുന്നു. We get polytheistic, many gods, worship many Devatas, that's Diomedes, Purvamimamsa. അതേപോലെ തന്നെ ഇനിയൊരു സിദ്ധാന്തം എന്ന് പറയുന്നത് പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു, ദേവഗണങ്ങളിൽ വിശ്വസിക്കുന്നു. And we have those Yoga, Jnana, Vaisheshika, Vedanta, they accept the supreme God. മൂന്നാമത്തത് ദൈവത്തിനെ, ഏകദൈവത്തിനെ അംഗീകരിക്കുന്നുണ്ട്. However, most are accepting impersonal form of that supreme entity. പക്ഷെ ഇവരെല്ലാം അംഗീകരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ നിരാകാര രൂപത്തിനെയാണ് ഇവർ അംഗീകരിക്കുന്നത്. And then the followers of Ramanuja, Madhva, Bharata, and Vallabha accept personal form of God. എന്നാൽ രാമാനുജാചാര്യ, വല്ലഭ, നിംബർക്ക ഇവരെല്ലാം ഭഗവാന്റെ വ്യക്തിഗത സ്വരൂപത്തിനെ അംഗീകരിക്കുന്നു. So, of course, Lord Chaitanya accepts both. പക്ഷേ Brahman and Bhagavan. പക്ഷെ ചൈതന്യ മഹാപ്രഭു രൂപമുള്ളതും രൂപമില്ലാത്തതും രണ്ടും അംഗീകരിക്കുന്നു. But we should not think, therefore, Lord Chaitanya's philosophy is also impersonal. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ചൈതന്യ മഹാപ്രഭുയുടെ സിദ്ധാന്തം അവ്യക്തമാണെന്ന് ചിന്തിക്കാൻ പാടില്ല. In fact, this is the opposite. It is extremely personal. പക്ഷേ തികച്ചും വ്യക്തിഗതമായ മാർഗമാണ്. Because it involves rasa, intimate relationships with Krishna. കാരണം ഭഗവാനോടുള്ള തീവ്രമായ ബന്ധത്തിനെ കുറിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്നു, രസതത്വത്തിനെ കുറിച്ച് പറയുന്നു. So apart from promoting rasa as an aspect of realization of God, Lord Chaitanya also differentiated non-sankirtan as the main element of bhakti yoga. അപ്പൊ രസതത്വം വിശദീകരിക്കുക എന്നോട് മാത്രമല്ല മഹാപ്രഭുയുടെ ഉദ്ദേശം, ആ
അദ്ദേഹം നാമസങ്കീർത്തനം പ്രചരിപ്പിച്ചു. So in other words, through Nam Sankirtan, we can realize the rasa of Krishna. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നാമസങ്കീർത്തനത്തിൽ കൂടെ ഭഗവാന്റെ രസതത്വത്തിനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. So not only do we establish a personal relationship with God in rasa, but it could be various. It could be servant master, it could be friend, parent, lover. അപ്പൊ ഇതിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അടുത്ത് ഒരു സ്വകാര്യ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇങ്ങനെ സുഹൃത്തായിട്ടും കാമുകനായിട്ടും ഇങ്ങനെ പല രീതിയിൽ കൂടെ. So within that highest goal, we have great variety. അതിനകത്ത് ഈ പരമലക്ഷ്യത്തിൽ അടുത്ത് തന്നെ പല വിഭാഗങ്ങളുണ്ട്. So our acharyas, such as Rupa Goswami, have very nicely given us precise definitions of bhakti. ഭക്തി എന്ന വാക്കിന് രൂപ ഗോസ്വാമി അതിമനോഹരമായ ഒരു വ്യാഖ്യാനം തന്നിട്ടുണ്ട്. So this is called Uttama Bhakti, or the highest bhakti. ഇതിനെ ഉത്തമ ഭക്തി എന്നാണ് നമ്മൾ പറയുന്നത്. And it's this bhakti that Lord Chaitanya's followers practice sadhana to attain prema. ഈ ഭക്തി മാർഗത്തിനെയാണ് ചൈതന്യ മഹാപ്രഭുയുടെ അനുയായികൾ സാധനയായി പരിശീലിച്ച് പ്രേമത്തിലേക്ക് എത്തുന്നത്. So this highest or pure bhakti is defined as continuous service or emotions directed towards Krishna, is expanded forms like Vishnu and Rama, etc., or others related to even as devotees with a pleasing attitude towards him. ഈ ഉയർന്ന ഉന്നത ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വ്യത്യസ്തമായ രൂപങ്ങളിലോ ഒരു നിരന്തരമായ സേവന മനോഭാവവും വികാരവും ഭഗവാന്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നതാണ്. It is devoid of desires for liberation or material benefits. Only desire is to please the Lord. അപ്പൊ ഈ മാർഗത്തിൽ കൂടെ ഭക്തന്മാർക്ക് വ്യത്യസ്തമായ വേറെ ആഗ്രഹങ്ങളില്ല. മോക്ഷപ്രാപ്തിയിലേക്ക് ആഗ്രഹമില്ല, ഇന്ദ്രിയ പ്രീതനത്തിൽ ആഗ്രഹമില്ല. അവർക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. It should be unobstructed by personal jnana or rituals of karma. ശരിക്കും ശുദ്ധ ഭക്തിക്കകത്ത് ജ്ഞാനം വരാൻ പാടില്ല, ചടങ്ങുകളും ആചാരവും വരാൻ പാടില്ല. So we do this bhakti including Nam Sankirtan in first stage called sadhana practice. നാമസങ്കീർത്തനം ചെയ്യുന്നതും ഭക്തി ചെയ്യുന്നതും ആദ്യത്തെ പടിയാണ്. അതിനെ സാധന എന്ന് പറയും. Its goal is realization of Krishna. അതിന്റെ ലക്ഷ്യം ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. So the first realization of Krishna is called bhava bhakti. That's the second stage. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഭാവഭക്തി. അതില് ഭഗവാനെ നമ്മൾ അല്പം സാക്ഷാത്കരിക്കുന്നുണ്ട്. When the realization is complete, it is called prema bhakti. നമ്മൾ ഭഗവാനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുമ്പോൾ അതിനെ പ്രേമഭക്തി എന്ന് പറയും. So in sadhana bhakti, the definition is to engage the senses of the mind. അപ്പൊ സാധന ഭക്തിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോരുത്തരും നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിലാക്കുന്നു. So we engage the ear in hearing names of the Lord. നമ്മളെ ചെവി എങ്ങനെയാ ഉപയോഗിക്കുക? ഭഗവാന്റെ നാമത്തിനെ കേൾക്കുന്നതിൽ കൂടെ. We engage the eye in seeing the form of the Lord. കണ്ണിൽ കൂടെ ഭഗവാന്റെ മനോഹരമായ രൂപങ്ങളെ ദർശിക്കാം. We engage the voice in glorifying the Lord in kirtan. നമ്മുടെ ശബ്ദത്തിനെ ഭഗവാന്റെ നാമം സ്തുതിക്കുന്നതും ജപിക്കുന്നതിൽ കൂടെ ഉപയോഗിക്കാം. We engage the nose in smelling the incense and flowers offered to the Lord. നമ്മുടെ മൂക്കിൽ കൂടെ ഭഗവാന് സുഗന്ധമായ ദ്രവ്യങ്ങളും പുഷ്പങ്ങളും സമർപ്പിച്ച് നുകരാൻ സാധിക്കും. We engage the tongue in eating prasad. നാവ് കൊണ്ട് ഭഗവാന്റെ സ്വാദിഷ്ടമായ പ്രസാദം കഴിക്കാൻ സാധിക്കും. We can engage the whole body in dancing for the Lord. നമ്മുടെ മുഴുവൻ ശരീരം ഉപയോഗിച്ച് ഭഗവാന് വേണ്ടി നൃത്തം ചെയ്യാം. You can engage the mind in meditating on the Lord. മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കാം. So we have many ways to engage the senses. നമ്മുടെ ഇന്ദ്രിയങ്ങളെ പല രീതിയിൽ കൂടെ ഭഗവാന്റെ ഭക്തിയിൽ പുലർത്താൻ സാധിക്കും. But Lord Chaitanya has emphasized that we are following the Yuga Dharma, which is Nam Sankirtan. ചൈതന്യ മഹാപ്രഭു കലിയുഗ ധർമ്മമായ നാമസങ്കീർത്തനത്തിനാണ് മുൻതൂക്കം തന്നത്. So in all of our activities of bhakti, we should always have Nam Sankirtan. അപ്പൊ നമ്മുടെ എല്ലാ സേവനങ്ങളിലും എല്ലാ കർമ്മത്തിലും ഭക്തി പ്രക്രിയയിലും നാമസങ്കീർത്തനം ചെയ്യണം. This is the easiest, powerful means of attaining prema. ഇതാണ് വളരെ ലളിതമായതും എളുപ്പമായതും ശക്തിമത്തായ പ്രേമത്തിലേക്കുള്ള മാർഗം. So in that kirtan, the object is Krishna. കീർത്തനത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ കൃഷ്ണനാണ്. Why Krishna? എന്തുകൊണ്ട് കൃഷ്ണനാണ്?
because he manifests all the qualities of God in full. കൃഷ്ണ ഭഗവാന് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും പൂർണ്ണമായ അവസ്ഥയിൽ All പ്രകടിപ്പിക്കുന്നത്. forms of God are one God, so they possess all the qualities. Whatever, but Krishna manifests everything. അപ്പോ പൂർണ്ണ അപൂർണത മറ്റത് അങ്ങനൊന്നും വ്യത്യാസമില്ല. കൃഷ്ണ ഭഗവാൻ സർവത്ര ഗുണങ്ങളും പൂർണ്ണമായി തന്നെ പ്രകടിപ്പിക്കുന്നു. So he manifests all the powers of God, all the knowledge of God. ഭഗവാന്റെ പൂർണ്ണ ജ്ഞാനം, പൂർണ്ണമായ ശക്തി, And he also manifests the highest sweetness. പൂർണ്ണമായ ഏറ്റവും ഉയർന്ന മാധുര്യം. And that sweetness takes the form of the sweetness of his form. ആ മാധുര്യത്തിന്റെ ആഴത്തിൽ ചെന്ന് കഴിഞ്ഞാൽ All forms ഭഗവാന്റെ of രൂപം God are beautiful, but Krishna is most attractive of all. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും എല്ലാ രൂപവും സൗന്ദര്യമുള്ളതാണ്. എന്നാൽ കൃഷ്ണനാണ് ഏറ്റവും സൗന്ദര്യവത്തായ വ്യക്തി. All the forms of God have many devotees, but Krishna's devotees are all the sweetest devotees. ഭഗവാന്റെ എല്ലാ രൂപത്തിലും ഭക്തഗണങ്ങളുണ്ട്. പക്ഷേ എന്നാൽ കൃഷ്ണൻ എന്ന് പറയുന്ന അവിടെയുള്ള ഭക്തരാണ് ഏറ്റവും മാധുര്യമുള്ളവർ. All the forms of God have sweet pastimes, but Krishna has the sweetest pastime. എല്ലാ ഗുണങ്ങൾക്കും എല്ലാ അവതാരങ്ങൾക്കും രൂപങ്ങൾക്കും ലീലകളുണ്ട്. പക്ഷെ കൃഷ്ണലീലകളാണ് ഏറ്റവും മാധുര്യമുള്ളത്. And Krishna has a special thing that no one has. He plays the flute. ഭഗവാന്റെ രൂപത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൃഷ്ണ ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലുണ്ട്. And if anyone hears that flute, they also develop this Madhurya prema. ആരെങ്കിലും ആ ഓടക്കുഴൽ നാദം കേൾക്കുമെങ്കിൽ ഭഗവാനോട് മാധുര്യ പ്രേമ ഭക്തി വളർത്താൻ സാധിക്കും. So in the form of Krishna, we also get all the different relationships. It can be master-servant, serving Lord Master. കൃഷ്ണ രൂപത്തിൽ തന്നെ അവിടെ കുറെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. ചിലർ ഭഗവാനെ നാഥനായിട്ടും ചിലർ സുഹൃത്തായിട്ടും കാണുന്നു. It can be Satyarasa, treating God as a friend, equality. ഭഗവാനെ ഒരു സഖാവായിട്ട് ഒരു സുഹൃത്തായിട്ട് സമനായിട്ട് കാണുന്ന ഭക്തരുമുണ്ട്. We can be Satyarasa, treating God as your child. ഭഗവാനെ പുത്രനായിട്ട് സ്വന്തം മകനായിട്ട് കാണുന്ന ഭാവവുമുണ്ട്. And it can be Madhurya Rasa. മാധുര്യ രസവുമുണ്ട്. And all these relations with Krishna are very intimate. There's highest relations. ഭഗവാന്റെ അടുത്തുള്ള ഈ ഓരോ ഗുണങ്ങളും ഓരോ ലീലകളും അല്ലെങ്കിൽ ബന്ധവും വളരെ മാധുര്യമേറിയതാണ്. So people may ask, why worship Krishna? This is the reason. എന്തിനാണ് കൃഷ്ണനെ ആരാധിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഇതൊക്കെയാണ്. Why we chant Krishna's name? This is the reason. എന്തിനാണ് അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നത്? ഇത് തന്നെയാണ് കാരണം.